ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് കോൺമെൻറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ആൽഗോയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആൽഗോ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോൺമെൻറ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് സ്ട്രാറ്റജി ആണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ആണ്. നമുക്ക് മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2020 മുതലുള്ള ഡാറ്റയുള്ളത് നമുക്കിവിടെ 2020 സെലക്ട് ചെയ്യാം. ജനുവരി 1. ഓക്കെ, ഇനി ഇവിടെ റൺ നെയിം നമുക്ക് ഏതെങ്കിലും നെയിം കൊടുക്കാം. പിന്നെ നിഫ്റ്റി ഓപ്ഷൻസിൽ കൊടുക്കാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ നമ്മൾ നിഫ്റ്റി എന്ന് കൊടുക്കാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിവിടെ സൂപ്പർ ട്രെൻഡ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ട്രെൻഡ് കൊടുക്കാം. സൂപ്പർ ട്രെൻഡ് വാല്യൂ 10.2, ഇത് ഞാൻ 10.3 ആക്കാണ്. ഇനി സേവ് കൊടുക്കാം. ഓക്കെ, ഇനി എൻട്രി വെൻ അവിടെ നമ്മൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ടൈം ഓഫ് ദ ഡേ ഇസ് എബോ 9:22. ഇനി എക്സിറ്റ് വെൻ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ടൈം ഓഫ് ദ ഡേ ഇസ് എബോ 15. സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 9:22 ശേഷം അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എനേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് എന്നൊരു ബട്ടൺ ഉണ്ട്, വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ 30 പോയിൻ്റാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്. രണ്ടിലും 30 പോയിൻ്റ് കൊടുക്കാം. ഇനി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ 20, അപ്പോൾ ഓരോ 20 പോയിൻ്റ് മൂവ് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റ് വെച്ച് ട്രെയിൽ ചെയ്ത് വരണം. ഇവിടെ അതേപോലെ തന്നെ 20, 10. ഇനി സബ്മിറ്റ് കൊടുക്കാം. ഇനി നമുക്കിവിടെ മൂവ് ടു കോസ്റ്റ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ലെഗ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ലെഗ് ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റിലേക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് തരും. അതാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സൂപ്പർ ട്രെൻഡ് ഈസ് ക്രോസ്ഡ് എബോ ക്ലോസ്. അപ്പോൾ ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ലെഗ് 2 ആണ് എക്സിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, ട്രെൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്ലോസ് കാണിക്കാം, ലെഗ് 2. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വലിയ സ്പൈക്കൊക്കെ വന്നിട്ടായിരിക്കും ഈ ഒരു സൂപ്പർ ട്രെൻഡിൽ ആ സിഗ്നൽ വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലെഗ് 2 എക്സിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം. ഇനി സൂപ്പർ ട്രെൻഡ് ക്രോസസ് ബിലോ കറണ്ട് ക്ലോസ്. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ലെഗ് 1 ആണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്, ട്രെൻഡിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതൽ പെർഫോമൻസ് കണ്ടത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ആദ്യം 2000 കൊടുക്കാം. അത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം, സ്റ്റോപ്പ് ലോസ് ഇടാണ്ട് നോക്കാം. കാരണം നമ്മളിവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. അതായത് 20 പോയിൻറ്റ് കയറുന്നതനുസരിച്ച് 10 പോയിൻറ്റ് ട്രെയിൽ ചെയ്ത് പോകും. സ്റ്റോപ്പ് ലോസ് 30 പോയിൻറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 4,92,686 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. കേട്ടോ, നല്ല രീതിയിൽ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50-ന് മുകളിൽ നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്. 2,205 ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസ് 1,90 കാണിക്കുന്നത്. ഇവിടെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് 24,258, മാക്സിമം ലോസ് 8,741 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മാസത്തിലും പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി മാത്രമാണ് നല്ല ലോസ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള മാസങ്ങളൊക്കെ ചെറിയ ലോസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാ മാസത്തെയും ആ ഒരു പ്രോഫിറ്റും ലോസും കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജി. ഇത് നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് കൂടി ഫിക്സ് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇവിടെ 2000 കൊടുക്കുകയാണ്. പ്രോഫിറ്റ് കൊടുക്കുന്നില്ല. സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 3,55,593 രൂപയാണ് പ്രോഫിറ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, 47% ആയിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് 2,191, ആവറേജ് ലോസ് 1,478. പിന്നെ ഇവിടെ നമുക്ക് മാക്സിമം ലോസ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. മാക്സിമം ലോസ് നമുക്ക് ഇവിടെ 5,850, മാക്സിമം പ്രോഫിറ്റ് 24,258 വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു റിസ്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ആ ഒരു റിസ്ക് പെർ ട്രേഡ് 0.61 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതും റണ്ണിങ് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ ടെൻറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പൈക്കൊക്കെ വരുമ്പോൾ ഉള്ള ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഡിപ്ലോയ് സ്ട്രാറ്റജി ലൈവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ കാണാം. പേപ്പർ ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ ഓട്ടോ ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു മാസമെങ്കിലും പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കണം. കാരണം ഈ ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു മാസമെങ്കിലും ഒരു പേപ്പർ ട്രേഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓട്ടോ ട്രേഡിംഗിലേക്ക് മാറ്റിയാൽ മതി. ജസ്റ്റ് ഡിപ്ലോയ് സ്ട്രാറ്റജി ലൈവ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സ്ട്രാറ്റജി ഇപ്പോൾ ലൈവായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഈ ഒരു സ്ട്രാറ്റജി ആക്റ്റീവാണ്. അപ്പോൾ അടുത്തൊരു മാസം നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. ഇനി നമുക്കിവിടെ ബൈ എ പ്ലാൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോൺമാനിൽ ഏതെങ്കിലും പ്ലാൻ ബൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൽ മതി. നിക്കോളാസ് 15 ഇനി അപ്ലൈ കൂപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താലും ആദ്യം ഒരു മാസം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം മാത്രം അതിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് മാത്രം ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.